നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഓരോ കാലാവസ്ഥയുടെയും മാറ്റങ്ങൾ അനുസരിച്ച് ഓരോരോ അസുഖങ്ങൾ ഓരോ ജനവിഭാഗങ്ങളിൽ കണ്ടുവരാറുണ്ട്. ഇപ്പോൾ വല്ലാത്ത ചൂടുള്ള ഒരു കാലാവസ്ഥയാണ് നമുക്ക് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. എന്നാൽ ഫ്ലൂ പോലുള്ള അസുഖങ്ങൾ, പലതരത്തിലുള്ള പനികളൊക്കെ ധാരാളമായി കണ്ടുവരുന്നു. ഡിഫ്തീരിയയും H1N1 ഈയിടെയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന അസുഖങ്ങളിൽ ഒന്നാണ്. എന്താണ് ഈ അസുഖങ്ങൾ, എന്തുകൊണ്ടുണ്ടാകുന്നു, ലക്ഷണങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം ആസ്റ്റർ മെഡ് സിറ്റിയിലെ കൺസൾട്ടൻറ്റ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ വിഭാഗം ഡോക്ടർ അനൂപ് ആർ വാര്യർ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം ഈ ഇൻഫെക്ഷ്യസ് ഡിസീസസിൽ ഭയങ്കര ഗൗരവമായിട്ട് പോകുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ പോലും ഫ്ലൂ ഒക്കെ നമ്മളെ വളരെയധികം കഷ്ടപ്പെടുത്തുന്ന അസുഖങ്ങളിൽ പെട്ടതാണ്. ഇപ്പം പ്രധാനമായിട്ട് ഡിഫ്തീരിയയും H1N1 നമ്മൾ വാക്സിനേഷനുകളിൽ കൂടെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്തു എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്ന ചില അസുഖങ്ങളിൽ ഒന്നാണല്ലോ ഇതെല്ലാം. എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ നമുക്ക് ഡിഫ്തീരിയയെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. എന്താണ് ഡിഫ്തീരിയ? കൊരിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിൽ നിന്നുണ്ടാകുന്നൊരു രോഗമാണ് ഡിഫ്തീരിയ. പ്രധാനമായിട്ടും ഇത് തൊണ്ട വരുന്നൊരു അസുഖമാണ്. തൊണ്ട വീക്കവും തൊണ്ടവേദനയുമായിട്ട് വരുന്നൊരു അസുഖമാണ്. ഇത് സാധാരണ നമ്മൾ കാണുന്ന ജലദോഷത്തിൻ്റെ കൂടെ വരുന്ന തൊണ്ടവേദനയ്ക്ക് അപ്പുറം ഇതിലൊരു ചെറിയൊരു പാട പോലെ തൊണ്ടയിൽ കാണുകയും ഈ പാട വളരെയധികം കൂടുമ്പോൾ ശ്വാസകോശത്തെ ബാധിക്കുകയും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരികയും അതുപോലെ തന്നെ ഒരു പരിധിക്ക് അപ്പുറം പോകുമ്പോൾ തൊണ്ടയ്ക്കുള്ളിൽ ഒരുപാട് വീക്കം വരികയും പിന്നെയും ഇത് ശ്വാസതടസ്സത്തിന് കാരണമാവുകയും കോംപ്ലിക്കേഷൻസിൽ പോവുകയും ചെയ്യുന്ന ഒരു അസുഖമാണ് ഡിഫ്തീരിയ. ഇതിൻ്റെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മറ്റുള്ള തൊണ്ടയിൽ വരുന്ന അണുബാധകളിൽ നിന്നും മാറി വ്യത്യസ്തമായിട്ട് തൊണ്ടയിലുള്ള മസിലുകളിൽ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ചലനത്തിനെ ഇത് ബാധിക്കും. ഇപ്പോൾ തൊണ്ട അനങ്ങാൻ ബുദ്ധിമുട്ടാവും, ശബ്ദം ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ട് വരാം. അതുപോലെ തന്നെ മറ്റുള്ള മസിൽസിൻ്റെ ഉള്ള കോംപ്ലിക്കേഷൻസിലോട്ട് ഇത് നയിക്കാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് തുടക്കത്തിലല്ല, ഇത് കുറച്ച് കൂടുതലായി വന്നാലാണോ ഇങ്ങനെ ഈ മസിൽസിൻ്റെ മൂവ്മെൻറ്റിനെ? ഇപ്പോൾ സാധാരണ ഡിഫ്തീരിയയുടെ ഏർലി സ്റ്റേജ് തുടക്കത്തിലൊക്കെ ഈ ഇത്ര വ്യാപകമായി പാട തന്നെ കാണണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഏർലി സ്റ്റേജിൽ പലപ്പോഴും നമ്മളത് ഡിഫ്തീരിയ സംശയിക്കുകയോ അല്ലെങ്കിൽ ഡിഫ്തീരിയയുടെ ചികിത്സ തുടങ്ങുകയോ ചെയ്യാറുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവാറില്ല. സാധാരണ ഇതിൻ്റെ കൂടെ പനി, തൊണ്ടവേദനയുടെ കൂടെ പനി ഉണ്ടാവുമെങ്കിലും നമ്മൾ ഈ അസുഖത്തിൻ്റെ ഗൗരവത്തിൽ നിന്നുള്ള പ്രതീക്ഷിക്കുന്ന പോലെ അത്ര കഠിനമായ പനി ഉണ്ടാവണമെന്നില്ല. ലോ ഗ്രേഡ് ഫീവർ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പനി മാത്രമായിരിക്കും ചിലപ്പോൾ ലക്ഷണം. അത്ര കഠിനമായ കൂടിയ പനി ഇതിൻ്റെ കൂടെ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈ തൊണ്ടയിലുള്ള വീക്കവും ഈ പാടയാണ് ഇതിൻ്റെ ഏറ്റവും നമ്മൾക്ക് പ്രസക്തിയുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വരുന്നതിനുള്ളൊരു കാരണം എന്താണ്? ഇത് ഈ രണ്ട് ആയിട്ട് നമുക്കിതിനെ ഇത് ചെയ്യാം. ഒന്ന്, ഇത് പടരുന്നതിൻ്റെ കാരണം. പടരുന്നത് ഈ ഡിഫ്തീരിയ തൊണ്ടയിലുള്ള ഒരു രോഗിയിൽ നിന്നും ചുമയ്ക്കുമ്പോൾ വായുവിലോട്ട് വരികയും അതുപോലെ അത് ചുറ്റുപാട് അടുത്ത് ഇടപെടുന്ന ആൾക്കാരിൽ ഇത് ശ്വസിക്കുകയും അവരിലോട്ട് പകരുകയും ചെയ്യുന്നതാണ്. ഒരാളിൽ നിന്നും മറ്റൊരാളായിട്ട് ഇത് പകരുന്നതിൻ്റെ കാരണം ഡ്രോപ്ലെറ്റ് ബോൺ ഇൻഫെക്ഷൻ എന്ന് പറയും. ഇതിന് അപ്പുറം ഇതിന് വാക്സിനേഷൻ കൊണ്ട് നമുക്ക് തടയാൻ വലിയൊരു സാഹചര്യമുള്ളൊരു അസുഖമാണിത്. ഇപ്പോൾ എല്ലാ വാക്സിനേഷനും ഒരു 100%ഓ 90% ഒന്നും എഫിക്കസി ഇല്ല. പല സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വാക്സിൻസിനും എഫിക്കസി 60%, 70% ഒക്കെയാണ്. പക്ഷേ ഡിഫ്തീരിയ പോലുള്ള അസുഖത്തിന് വാക്സിൻ്റെ എഫിക്കസി അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് 95% കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ 10 പേർക്ക് നമ്മൾ വാക്സിൻ കൊടുത്താൽ 9 പേരിൽ കൂടുതൽ ആൾക്കാർക്ക് ഈ അസുഖം വരില്ല. അതുകൊണ്ട് ഇത് വാക്സിനേഷൻ കൊണ്ട് വളരെ ഫലപ്രദമായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തടയാൻ പറ്റുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ കൃത്യമായിട്ട് വാക്സിനേഷൻ ഉണ്ട്, 95% തടയാമെന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് വീണ്ടും ഈ ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? വാക്സിനേഷൻ എടുക്കാൻ ആളുകൾ മടിക്കുന്നുണ്ടോ? ഇതിനും 2-3 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് കുട്ടിക്കാലത്തുള്ള വാക്സിനേഷൻ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ ഒരുപാട് വിദ്യാഭ്യാസവും ഇതൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും 5-6 വയസ്സിന് ശേഷം അങ്ങോട്ടുള്ള വാക്സിനേഷൻ, ഇപ്പോൾ നമ്മളിത് ഓർക്കേണ്ടത് വെച്ചാൽ ഡിഫ്തീരിയയ്ക്കും ടെറ്റനസിനും ഒക്കെ 10-12 വയസ്സിൽ ഒരു ബൂസ്റ്ററുണ്ട്. അതിനുശേഷം പ്രായപൂർത്തിയാവുന്നവർക്കും എല്ലാ 10 വർഷവും ഒരു ബൂസ്റ്റർ ഇതിൻ്റെ TD വാക്സിൻ, ടെറ്റനസ് ഡിഫ്തീരിയ ടോക്സോയിഡിൻ്റെ വാക്സിൻ നമ്മൾ പറയുന്നതാണ്. പക്ഷേ 5-6 വയസ്സിന് ശേഷമുള്ള വാക്സിനേഷൻ പലപ്പോഴും അതിന് ശ്രദ്ധ കൊടുക്കാറില്ല. കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും 10-12 വയസ്സിൻ്റെ ഡോസ് ആണെങ്കിലും അങ്ങോട്ട് പ്രായമായി കഴിഞ്ഞാൽ എവരി 10 ഇയേഴ്സ് വേണ്ട ബൂസ്റ്ററിൻ്റെ കാര്യത്തിലാണെങ്കിലും. അപ്പോൾ ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ കുട്ടികളിൽ വാക്സിനേഷൻ്റെ അളവ് കുറയുമ്പോൾ, 80% കൂടുതൽ കുട്ടികൾ വാക്സിനേറ്റഡ് അല്ലെങ്കിൽ ഈ ഡിഫ്തീരിയ പോലുള്ള വാക്സിൻ കൊണ്ട് തടയാവുന്ന രോഗങ്ങൾക്ക്
നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു സ്ഥാനം കിട്ടും. അവിടെ അത് ചുറ്റുവട്ടത്ത് ഉണ്ടാകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. ഇതിൻ്റെ കൂടെ പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാർ വാക്സിൻ എടുക്കാതിരിക്കുകയും കൂടെ ചെയ്യുമ്പോൾ പ്രായമായവർക്ക് ഈ അസുഖം കുട്ടികളിൽ നിന്ന് വരാനുള്ള സാഹചര്യം കൂടെ ഉണ്ടാവും. അതാണ് ഇത് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് പ്രധാന കാരണം. അതേസമയം തന്നെ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു ചുമ പനിയൊക്കെ ആണെങ്കിൽ 3-4 ദിവസമൊക്കെ ഡോക്ടറെ കാണാതെയൊക്കെ വീട്ടിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കും, തന്നെ മാറിപ്പോകുന്നൊരവസ്ഥയുണ്ട്. ഇപ്പോൾ ഡിഫ്തീരിയ പോലുള്ള അസുഖങ്ങൾ അങ്ങനെ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും പ്രാഥമിക ശുശ്രൂഷകൾ ചെയ്ത് വയ്ക്കാവുന്ന ഒന്നാണ്? നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ചെറിയ തൊണ്ടവേനയും അല്ലെങ്കിൽ പനി ഇത് വരുമ്പോൾ തന്നെ ഉടനെ ഇത് ഡിപ്തീരിയ ആകുമോ, ഡിപ്തീരിയയുടെ ചികിത്സ എടുക്കണമെന്നുള്ളൊരു സാഹചര്യം ഇല്ല. ചുരുക്കം ചില ആൾക്കാർക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കോംപ്ലിക്കേഷനിലോട്ട് പോകും. പക്ഷേ മിക്കവാറും ഈ തൊണ്ടവേന വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ സാധാരണ ഇത്രയും അസ്വസ്ഥതകളുള്ളപ്പോൾ സാധാരണ ഡോക്ടറെ മിക്കവാറും എല്ലാവരും തന്നെ സമീപിക്കാറുണ്ട്. തൊണ്ട പരിശോധനയിലൂടെ ഈ പാടയുടെ ഇത് കാണുകയും അസാമാന്യമായിട്ടുള്ള തൊണ്ടയുടെ വീക്കവും, ചില ആൾക്കാർക്ക് കഴുത്തിന് 2 സൈഡിലും കഴലുകൾ വീക്കം വന്ന് മുഴകൾ വരും. അപ്പോൾ ഈ രോഗലക്ഷണങ്ങളൊക്കെ വളരെ ടിപ്പിക്കലാണ്. ഇത് കാണുമ്പോൾ തന്നെ ഡിപ്തീരിയയുടെ രോഗനിർണയം നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ നമ്മുടെ ഹെൽത്ത് അതോറിറ്റി, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറുടെയും ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശവും അതുപോലെ തന്നെ WHO വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിവിഷൻ ഇവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഏതൊരു രോഗിക്കാണെങ്കിലും പനിയുടെ കൂടെ തൊണ്ടവേനയും തൊണ്ടയിൽ ഇതുപോലെ പാടയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ WHO ഓഫീസറെയും DMO അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിഭാഗത്തിൽ നിന്ന് അവർ വന്ന് പരിശോധന ചെയ്യും, രോഗം ഇതാണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യുകയും ചെയ്യും. ഡോക്ടർ, നമ്മുടെ ഒരു കോളറുണ്ട്. ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ, ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. രാവിലെ എഴുതിട്ട് നടന്നിട്ട് വന്നിട്ട് കാപ്പ് കുടിക്കുമ്പോൾ ഈ തൊണ്ടയിൽ കഫം കെട്ടി നിന്നിട്ട് ഏമ്പകത്തിൽ കൂടെ കഫം വെളിയിൽ പോവും. ഹലോ, പറഞ്ഞോളൂ. കഫം വെളിയിൽ പോകുന്നുണ്ട്, കുഴപ്പമില്ല ഉണ്ടോ? അല്ല, അത് നമ്മൾ ഈ രീതിയിൽ പറയുന്ന അസുഖത്തിൻ്റെ ലക്ഷണങ്ങളല്ല. ഡോക്ടർ, പലപ്പോഴും ഈ ഡിഫ്തീരിയയ്ക്കുള്ള ലക്ഷണം ഡോക്ടർ പറഞ്ഞ ഒന്ന് ഈ തൊണ്ടവേദനയാണല്ലോ. ഇപ്പോൾ കഴല ഇത്തിരി വീർത്ത് കാണുന്നു. പലപ്പോഴും ടോൺസിലൈറ്റിസ് അല്ലെങ്കിൽ ടോൺസിൽസിനും പ്രശ്നമുള്ളപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ തന്നെയാണല്ലോ കാണുക. നമ്മൾ പെട്ടെന്ന് ഒരു തൊണ്ടവേദന വരും, പനി പെട്ടെന്ന് കൂടുന്നതായി കാണാം, തൊണ്ടയിൽ മുഴകൾ. നമ്മൾ പ്രധാനമായിട്ടും വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നത്, ഒന്ന് ഈ പാട ടോൺസിൽ കവിഞ്ഞ് ടോൺസിലിൻ്റെ ചുറ്റുഭാട്ടത്തും അതുപോലെ തന്നെ ലാരിങ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ തൊണ്ടയിലുള്ള ശ്വാസകോശത്തിലെ ട്യൂബിലോട്ടും ഇത് പടരും. ഒന്ന്. രണ്ടാമത് ടോൺസിലൈറ്റിസിൽ നമ്മൾ ഒരിക്കലും ഈ കഴുത്തിന് ചുറ്റുമുള്ള കഴലുകളിൽ ഒരു ഇതുപോലെ വീക്കം വരില്ല. ഈ 2 വരുമ്പോഴും നമ്മളത് സാധാരണ ടോൺസിലൈറ്റിസോ തൊണ്ടയുടെ ഒരു യൂഷ്വൽ ഇൻഫെക്ഷനോ അല്ല. ഈ ഡിപ്തീരിയ ഉള്ള രീതിയിലുള്ള അസുഖങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലേ? അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. നമസ്കാരം. 10 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയാണ്. അവന് പനി വന്നിട്ട് തൊണ്ടയ്ക്ക് വേദനയാണ്. ചോദിച്ചോളൂ, ടിവിയിൽ ശ്രദ്ധിക്കണ്ട, ഇവിടെ കേൾക്കുന്നുണ്ട്. ചോദ്യം പൂർത്തിയാക്കൂ. ചോദ്യം പൂർത്തിയാക്കിക്കോളൂ. 10 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടി അവന് പനി വന്നായിരുന്നു, 2-3 ദിവസം പനിയായിരുന്നു. എന്നിട്ട് അത് മാറി കഴിഞ്ഞപ്പോ ഈ തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയായിട്ട് ആഹാരം ഒന്നും ഇറക്കാൻ മേല. അതിപ്പോ ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോ ആന്റിബയോട്ടിക് കൊടുത്ത് അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ കുറവില്ലെന്നാ പറഞ്ഞ. നമ്മൾ വേറെ ആരെയും കാണിക്കണോ? ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തൊണ്ടയുടെ പരിശോധനയിൽ തൊണ്ടയ്ക്കുള്ളിൽ വീക്കോ പാടയോ ഇല്ലെന്നുണ്ടെങ്കിൽ, പനി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കത് സാവകാശം വെയിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ 2 കാര്യം ഞാൻ പറഞ്ഞ് ഉറപ്പാക്കണം. തൊണ്ടയ്ക്കുള്ളിൽ പരിശോധിച്ച് തൊണ്ടയ്ക്കുള്ളിൽ വീക്കമില്ലെന്നും അതുപോലെ തന്നെ പാടയില്ലെന്നും ഉറപ്പാക്കണം. ഇതുപോലെ പനിയൊക്കെ വന്നിട്ട് ഇതുപോലെ തൊണ്ടവേദന നീണ്ടു നിൽക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അല്ലേ? പനി ഇതിനകത്തൊരു പ്രിഡോമിനൻറ്റ് സിംറ്റം അല്ല. അത്ര ഒരുപാട് ഹൈ ഫീവർ വരണം എന്ന് നിർബന്ധമില്ല. ചെറിയ പനിയായിരിക്കും. ചിലപ്പോൾ ഈ പനി വന്ന് മാറിയാലും ഈ വീക്കോ ഇത് നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് പനി കണ്ടമാനം കാണണം എന്നുള്ളൊരു ഇതിലില്ല. ഇപ്പോൾ നമ്മൾ ക്ലിനിക്കൽ ഒരു ഡയഗ്നോസിസ്, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ പാടയൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചു, ഇനി സംശയം വന്നാൽ എന്താണ് കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസിന് വേണ്ടി ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മൾ ചെയ്യുന്നത്, ഒന്ന് ചില ലാബുകളിൽ ചില ലോക്കൽ സ്റ്റെയിൻ, ആൽബർട്ട് സ്റ്റെയിൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ ലാബിൽ പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകാം. രണ്ടാമത് നമ്മൾ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറെ തീർച്ചയായിട്ടും അറിയിക്കും. അപ്പോൾ അവിടുന്ന് പബ്ലിക് ഹെൽത്ത് ലാബിൽ നിന്ന് ആൾ വരികയും തൊണ്ടയിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്തുകൊണ്ട് പോയിട്ട് അവരുടെ ലാബിൽ അത് കൾച്ചർ ചെയ്തിട്ട് അത് സ്ഥിരീകരിക്കുകയും ചെയ്യും. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ,
ഒരു നമ്മുടെ പരിശോധനയിൽ ഡിപ്തീരിയ ആണെന്ന് വ്യക്തമായിട്ടുള്ള അതിൽ കാരണങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അതിന് മുമ്പ് തന്നെ മരുന്നുകൾ നമ്മൾ എടുക്കണം. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പ്രോഗ്രാം അല്ലേ? അതെ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, പറഞ്ഞോളൂ. നമസ്കാരം, പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ കൊല്ലം കരുനാഗപ്പള്ളിന്ന്. കൊല്ലം കരുനാഗപ്പള്ളിന്ന് വിളിക്കുന്നേ. എന്താ സംശയം? ഡോക്ടർ, എന്റെ തൊണ്ടയ്ക്ക് വേറെ വിഴുങ്ങുമ്പോ ഉമിനീര് വിഴുങ്ങുമ്പോ ചില തടുപ്പ് പോലെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നേ. അത് ഞാൻ ENT കാണിച്ചായിരുന്നു. ചോദിച്ചോളൂ. ടിവിയിൽ ശ്രദ്ധിക്കണ്ട, ചോദ്യം പൂർത്തിയാക്കൂ. എന്തു പറഞ്ഞു ENT കാണിച്ചു? അങ്ങനെ അത് ഡോക്ടറെ കാണിച്ചവൻ പറഞ്ഞു, ENT കാണിച്ചവൻ പറഞ്ഞു അലർജിയുടെ ആണെന്ന് പറഞ്ഞു. മെഡിസിൻ എടുത്തോ? എന്നിട്ട് 2-3 വട്ടം ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചു. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അവരെന്ത് ആന്റിബയോട്ടിക് എന്നിട്ട് അങ്ങ് വിടുവേ. ഓക്കെ. സാധാരണ ഇതുപോലെ കാണുന്നത് 2 കോമൺ കാരണങ്ങളിലാണ്. ഒന്ന്, നിങ്ങളുടെ ENT ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അലർജിയുടെ, രണ്ടാമത് അസിഡിറ്റിയുടെ, റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ അതാണ്. ഒന്ന്, പൊടി വരുന്ന അലർജി ഉള്ള ഏതെങ്കിലും സാഹചര്യം ഉണ്ടോ. 2, അസിഡിറ്റി തികട്ടി വരുന്ന റിഫ്ലക്സ് എന്ന് പറയുന്ന അസുഖമുണ്ടോ. ഈ 2 കാരണങ്ങളാണ് ഇങ്ങനെ വരുന്നത്. അസിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടെങ്കിലും ഉമിനീരിറക്കുമ്പോൾ വേദനിക്കും. റിഫ്ലക്സ് ഗ്യാസിന് തൊണ്ടെങ്കിൽ അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, ഡോക്ടർ ലൈവാണ്, സംസാരിച്ചോളൂ. ഡോക്ടർ, ഈ തൊണ്ടയുടെ ഈ റൈറ്റ് സൈഡിലെ ഒരു ചെറിയ കള്ളി പോലുണ്ട്, ചെറുതായിട്ട് അത് ഞെങ്ങുന്ന പോലുണ്ട് സംഭവം. അപ്പൊ അതെന്താ, ഇതിനെ കുറിച്ചാണ്? തൊണ്ടയിലുള്ള പലതിനെയും ഡിഫ്തീരിയ ആണോ എന്ന് സംശയിക്കുന്നുണ്ടെന്ന്. ഈ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ ഡിപ്തീരിയ ഉള്ള രോഗങ്ങളുമായിട്ട് അതിന് ബന്ധമില്ല. ഒന്ന്, ഈ ഇത്രയും കാലാവധിയും പിന്നെ നിങ്ങൾക്ക് പനിയോ വേദനയോ ഒന്നും കൂടാതുള്ള ഈ മുഴയോ അല്ലെങ്കിൽ കഴലോ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പോൾ അത് വളരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡോക്ടറെ കണ്ട് അത് ബയോപ്സിയൊക്കെ ചെയ്യേണ്ടി വരും. അതിന് വളരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം ആ രീതിയിൽ. ഡോക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഡിഫ്തീരിയ ആണ് എങ്കിൽ എന്ന് സംശയം വന്നാൽ പോലും നമ്മൾ WHO അല്ലെങ്കിൽ DMOയൊക്കെ അറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അറിയിച്ചു കഴിഞ്ഞാൽ എന്താണ് അടുത്ത പടി? അവരാണോ അടുത്ത സ്റ്റെപ്പ് ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോവുക? ഇതിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ 2 ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ സിവിയർ ഡിസീസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ആൻറ്റിടോക്സിൻ എന്ന് പറഞ്ഞ ഡിപ്തീരിയ ആൻറ്റിടോക്സിനാണ്. ഈ ഡിപ്തീരിയ ആൻറ്റിടോക്സിൻ നമുക്ക് പ്രൈവറ്റിൽ ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള മരുന്നല്ല. അത് ഗവൺമെൻറ് ഇൻവെൻട്രിയിലുള്ള മരുന്നാണ്. അപ്പോൾ അത് നമ്മൾ DMO അറിയിക്കുമ്പോൾ അല്ലെങ്കിൽ WHO ഓഫീസർ അറിയിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഈ രോഗലക്ഷണങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ഈ ആൻറ്റിടോക്സിൻ കിട്ടാൻ അവർ നമ്മളെ സഹായിക്കും. അങ്ങനെ ആ കിട്ടുന്ന ആൻറ്റിടോക്സിൻ നമുക്ക് രോഗികൾക്ക് ഉടനെ തന്നെ കൊടുക്കാൻ പറ്റും, സിവിയർ ഡിസീസ് ആണെങ്കിൽ. ഇതിൻ്റെ കൂടെ ഇതല്ലാതെ കൊടുക്കുന്നത് ആൻറ്റിബയോട്ടിക്സ് ആണ്. ആൻറ്റിബയോട്ടിക്സ് സാധാരണ ഒന്നിൽ പെൻസിലിനോ അല്ലെങ്കിൽ എറിത്രോമൈസിനോ. ഇത് നമ്മുടെ അടുത്ത് തന്നെ സാധാരണ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് ഉടനെ തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഡോക്ടർ, ഇത് പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും അപ്പോൾ അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് ഈ ഹോസ്പിറ്റലിൽ തന്നെ ഈ ചികിത്സ തുടരാം. കറക്റ്റ്. ഓക്കെ. ഇപ്പോൾ ഈ മെഡിസിൻ കൊടുത്തു, ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്താണ്? എന്തിനാണ് നമ്മൾ ഇത്രയും ഭയക്കുന്നത് ഈ അസുഖത്തെ? അസുഖത്തിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയാൻ ഏറ്റവും ഇതിൽ പേടിക്കുന്ന കോംപ്ലിക്കേഷൻ ഇത് ഹാർട്ടിനെ ബാധിക്കുമ്പോഴാണ്. ഒരു 15% ആൾക്കാരിൽ, ചില രാജ്യങ്ങളിൽ അതിനപ്പുറം 60% ആൾക്കാരിൽ ഡിപ്തീരിയ സിവിയർ ആകുമ്പോൾ, ഒരു പരിധിക്കപ്പുറം ഇത് പടരുമ്പോൾ ഇതിൻ്റെ ടോക്സിൻസ്, ഇതുണ്ടാക്കുന്ന വിഷാംശം ഹാർട്ടിൻ്റെ മസിൽസിനെ ബാധിക്കുകയും ഹാർട്ട് ഫെയിലിയർ, അരിത്മിയസ്, ഹാർട്ടിൻ്റെ റിതത്തിൽ വ്യത്യാസം വരിക, അതുള്ള ഡേഞ്ചറസ് കോംപ്ലിക്കേഷൻ വരും. അപ്പോൾ ഇത് ഒരു മരണകാരണത്തിൻ്റെ ഒരു മേജർ കോംപ്ലിക്കേഷനാണ് മയോകാർഡൈറ്റിസ് എന്ന് പറയുന്നത്, ഹാർട്ടിന് ഇൻവോൾവ് ആവുന്നത്. രണ്ടാമത്തേത്, ഒരു പരിധിക്കപ്പുറം തൊണ്ടയ്ക്കുള്ളിൽ വീക്കോ നീരും വരുമ്പോൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരികയും അതും മരണകാരണമാവാറുണ്ട്. ഇത് രണ്ടുമാണ് ഈ ഡിപ്തീരിയയിൽ നമ്മൾ പേടിക്കുന്ന കോംപ്ലിക്കേഷൻ. ഇത് കൂടാതെ ഈ ഡിപ്തീരിയ വന്നു പോയി ആഴ്ചകളോ മാസങ്ങളോ ശേഷം ഞരമ്പുകൾക്ക് തളർച്ച വരാം. അത് തലച്ചോറിൽ നിന്ന് വരുന്ന ഫേസ്, മുഖത്തൊക്കെ സപ്ലൈ ചെയ്യുന്ന മരുന്നോ, കണ്ണുകളിലെ ചലനം ഉണ്ടാക്കുന്ന നെർവോ, ചില ആൾക്കാരിൽ കൈ കാലിലോട്ടോ വരെ തളർച്ച ബാധിക്കാം. ഈ 3 കോംപ്ലിക്കേഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിപ്തീരിയയിൽ ഭയക്കുന്നത്. അസുഖം വന്ന് മാറിക്കഴിഞ്ഞും ഇത് വരാം. ഞരമ്പിൻ്റെ തളർച്ച അസുഖം വന്ന് മാറിക്കഴിഞ്ഞും ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞിട്ടും വരാം.
അത് തന്നെയായിരിക്കാം അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനും അല്ലേ ഡോക്ടർ? മറ്റൊന്ന് നമ്മൾ സംസാരിച്ചത് H1N1 പറ്റിയിട്ടാണ്. അതും ഒരു പന്നിപ്പനിയുടെ ഒരു ലക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടും നമ്മൾ പലപ്പോഴും കണ്ടിരുന്നത് നമ്മളെ ബാധിക്കുന്ന ഒരു സാധനമല്ല ഇതെന്നാണ്. എന്നാൽ കുറച്ച് വർഷങ്ങളായിട്ട് H1N1 കേരളത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് ഈ അസുഖം? വർഷങ്ങളായിട്ട് ഒരു സീസണൽ ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ഒരു വൈറസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വളരെ കോമൺ ആണ്. അത് സാധാരണ വരുന്ന ജലദോഷപ്പനിക്ക് അപ്പുറം കുറച്ചുകൂടെ തീവ്രമായിട്ടുള്ള പനിയും ഭയങ്കര ശരീരവേദനയും തലവേദനയും ചുമയും, ചില ആൾക്കാരിൽ ഇത് ന്യൂമോണിയയിലോട്ട് പോവുകയും കോംപ്ലിക്കേഷൻ വരുന്നൊരു അസുഖമായിരുന്നു ഫ്ലൂ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ. അതിനെ സീസണൽ ഇൻഫ്ലുവൻസ എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 2009-2010 ഒരു പുതിയ തരം ഫ്ലൂ, ഒരു പുതിയ തരം വൈറസ് H1N1 ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന അല്ലെങ്കിൽ പാൻഡമിക് H1N1 ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ഒരു പുതിയ വൈറസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ആയത്. തുടക്കത്തിൽ ഇത് പുറത്തുനിന്ന് യാത്ര ചെയ്ത് വരുന്നവരൊക്കെ ആയിരുന്നെങ്കിലും 2009-2010 ശേഷം അത് ഇന്ത്യയിൽ തന്നെ എല്ലാ സ്റ്റേറ്റ്സിലും റിപ്പോർട്ടഡ് ആണ്, കോമൺ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉള്ളതാണ്. ഇപ്പോഴത്തെ പല കണക്കുകളും അനുസരിച്ചിട്ട് നേരത്തെ ഉണ്ടായിരുന്ന സീസണൽ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ സാധാരണ ഇൻഫ്ലുവൻസയെക്കാട്ടിലും കൂടുതലും റിപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ H1N1 ഇൻഫ്ലുവൻസ തന്നെയാണ് ചില സ്റ്റേറ്റ്സിലെ കണക്കുകളൊക്കെ അനുസരിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിക്ക് നമുക്ക് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ഫ്ലൂ വന്നാൽ കൂടുതലും H1N1 സാധ്യത നല്ലോണം ഉണ്ടെന്നുള്ള രീതിയിൽ. ഒരു കോളിലേക്ക് പോകണ്ടോ? ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ ഡോക്ടറോട്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഞാനൊരു ടീച്ചറാണ്. ഞാൻ 12 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. പറഞ്ഞു. അപ്പം എനിക്ക് കുട്ടികൾക്ക് ഓറൽ ടെസ്റ്റ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് ഈവനിങ് ആകുമ്പോഴേക്കും തീരെ സൗണ്ട് ഇല്ല. പിന്നെ എനിക്ക് തണുത്ത യാതൊരു സാധനങ്ങളും കഴിക്കാൻ വയ്യ. അത് കഴിക്കുമ്പോഴേക്കും എനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നമാണ്. പിന്നെ അത് കൂടാതെ തൊണ്ടയിൽ എനിക്ക് കഫാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഇങ്ങനെ ക്ലോട്ട് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കാണാറുണ്ട്. അപ്പം അത് ജസ്റ്റ് ഒരു ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഡോക്ടറെ കാണിച്ചിട്ടില്ല. ഇത് കൂടുതലും മെക്കാനിക്കൽ ഇതാണ്, ഇൻഫെക്ഷൻ റിലേറ്റഡ് അല്ല. ഇപ്പോൾ വോക്കൽ നോഡ്യൂൾ അല്ലെങ്കിൽ വോക്കൽ കോഡ് തിക്കണിങ് എന്നൊക്കെ പറഞ്ഞ് സ്ട്രെയിൻ ചെയ്യുമ്പോൾ, തൊണ്ടയിൽ സ്ട്രെയിൻ ചെയ്യുമ്പോൾ അതുകൊണ്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് വോയിസ് റെസ്റ്റും ഇതുകൊണ്ട് മാറാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കുകളോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ്റെ ചികിത്സയോ വേണ്ട ഒരു അസുഖമല്ല. ഇത് സ്ഥിരമായിട്ട് ചെയ്തു വരുമ്പോൾ ഉള്ള ഒരു എക്സസൈസിൻ്റെ ഒക്കെ പുറത്ത് വരുന്ന അസുഖങ്ങളിലൊന്നാണ് അല്ലേ ഡോക്ടർ? നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പം H1N1 നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കുറച്ചൊരു പേടിയോടുകൂടിയാണ് ഈ അസുഖത്തിനെ നോക്കുന്നത്. എന്താണ് മറ്റുള്ള അസുഖങ്ങളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്? കോംപ്ലിക്കേഷൻസ് എന്തെല്ലാം? H1N1 ഈ 2009-2010 മുതൽ കണ്ടു തുടങ്ങിയ ഒരു പുതിയ ഫ്ലൂവിൻ്റെ സ്ട്രെയിനാണ്. ഇതിൽ മറ്റുള്ള സീസണൽ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഇൻഫ്ലുവൻസയിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളത്, ഒന്ന് ന്യൂമോണിയയും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനുള്ള, ന്യൂമോണിയ പോലത്തെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത ലേശമിട്ടും ഇതിന് സാധാരണ ഇൻഫ്ലുവൻസയെക്കാട്ടിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. 1/3 ഓഫ് ദി പീപ്പിൾ ഹു ആർ അഡ്മിറ്റഡ്, ഈ H1N1 പനി വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്ന ആൾക്കാരിൽ 30% ആൾക്കാരിൽ മറ്റുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ പ്രതിരോധ ശക്തിക്ക് ബാധിക്കുന്ന രീതിയിലുള്ള അസുഖങ്ങളോ ഒന്നും ഇല്ലാത്തവരാണ്. അപ്പോൾ ഒരു സാധാരണ നോർമൽ ഹെൽത്തി അഡൽട്സ്, വേറെ മറ്റുള്ള രോഗങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഇമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരിലും ഇത് കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നുണ്ട്. അത് ഒരു കൺസേൺ ആണ്. ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, എസ്പെഷ്യലി പ്രഗ്നൻസി ഫേസിലുള്ള ആൾക്കാരിൽ ഒരു ഹൈ റിസ്ക് ആയിട്ട് കോംപ്ലിക്കേഷൻ കൂടുതൽ വരാനുള്ള അവസ്ഥ ഇതിൽ കാണുന്നുണ്ട്. ഈ കാരണങ്ങളൊക്കെ ഉണ്ടാണ് നമ്മൾ കൺസേൺ ആയിട്ട് ഇതിനെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൗരവം കൂടുന്നു അല്ലേ? അപ്പോൾ ഡോക്ടർ, എന്തെല്ലാം ലക്ഷണങ്ങളാണ് ഇതിനുള്ളത്? സാധാരണ നമുക്ക് വരുന്ന ജലദോഷപ്പനിക്ക് അപ്പുറം പനിയുടെ സിവിയറിറ്റി, വളരെ ഹൈ ഫീവർ ഉണ്ടാകാം. എന്നാൽ ഒരു 10-20% ആൾക്കാരിൽ കാര്യമായിട്ടുള്ള പനി ഇല്ലാതെ ഇരിക്കാം. പക്ഷേ യൂഷ്വലി പനി ഉള്ളപ്പോൾ വളരെ ഹൈ ഫീവറാണ്. 2, മറ്റുള്ള ജലദോഷപ്പനിയിൽ നിന്ന് മാറി സിവിയറായിട്ടുള്ള ഹെഡ് ഏക്ക് ആൻഡ് ബോഡി പെയിൻ, മേലുവേദനയും ശരീരവേദന തലവേദന അത് കാര്യമായിട്ടുണ്ടാകാം. സാധാരണ ഇൻഫ്ലുവൻസയിൽ നിന്നും അപ്പുറം ഛർദിലും വയറിളക്കവും H1N1 ഫ്ലൂയിൽ കാണാറുണ്ട്. പിന്നെ വിട്ടുമാറാത്ത ചുമ. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ ഇതിൻ്റെ കൂടെ കാണുന്ന രോഗലക്ഷണങ്ങൾ. അപ്പോൾ അത് അത്രയും ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ തീർച്ചയായിട്ടും നമ്മൾ സാധാരണ നമ്മളൊരു മൂക്കൊലിപ്പ് തൊണ്ടവേദന വന്നിട്ട് ചുമ വരുന്നു, 1-2 ദിവസത്തിനുള്ളിൽ പനി മാറുന്നു, നമുക്ക് ജോലിക്ക് പോകാനോ മറ്റുള്ളൊന്നും ബുദ്ധിമുട്ടുകൾ വരാറില്ല. പക്ഷേ ഫ്ലൂ ആകുമ്പോൾ ഈ പനി വളരെ കഠിനമുള്ളതായിരിക്കും, സിവിയർ ഫീവറായി. ക്ഷീണവും മേലുവേദനയും കണ്ടമാനവും ഉണ്ടാകും. അതുപോലെ തന്നെ 1-2 ദിവസത്തിനപ്പുറവും പനി മിക്കവാറും മാറില്ല, ചുമയും കാര്യമായിട്ടുണ്ടാവും.
ഇതാണ് ഫ്ലൂവും മറ്റുള്ള ഇതും തമ്മിൽ നമ്മൾ വ്യത്യാസമായിട്ട് അറിയേണ്ടത്. എന്താണ് ഇതിൻ്റെ ഒരു ടെസ്റ്റ്, എന്താണ് ഡയഗ്നോസിസ്? ഇപ്പോൾ ഫ്ലൂവിൻ്റെ പലതരം ടെസ്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ഥിരീകരിക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് PCR, തൊണ്ടയിലെ സ്വാബിൽ നിന്നോ അല്ലെങ്കിൽ ഉള്ളിലെ ലങ്സിൻ്റെ കഫത്തിൽ നിന്ന് ഉള്ളിലെടുക്കുന്നതിലോ PCR എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്തിട്ടാണ്. അതും നമ്മുടെ പ്രൈവറ്റിൽ നമ്മൾ സാധാരണ റിപ്പോർട്ട് ചെയ്യാറില്ല. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ DMO അറിയിക്കുകയും അവിടുന്ന് സാമ്പിൾ അവിടെ കൊടുക്കാനുള്ള നമുക്ക് സാഹചര്യമുണ്ട്. അത് അവർ വൈറൽ ലാബിൽ അയച്ചിട്ട് സ്ഥിരീകരിക്കുകയാണ് പതിവ്. ഓക്കെ, ഇത്തരം അസുഖങ്ങൾ പലപ്പോഴും ഈ പകരുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും ഭയം. ആർക്കെങ്കിലും ഒരാൾക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഉടനെ പകരാനുള്ള സാധ്യതയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ H1N1 ഒരു അവസ്ഥ എന്താണ്? H1N1 ഡ്രോപ്ലെറ്റ് ബോണാണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പോൾ ചുമയ്ക്കുമ്പോൾ പുറത്തോട്ട് വരുന്ന വായുവിൽ നിന്ന് ഒരു പരിധി വരെ, ഒരു 3 അടി വ്യാപത്തിലുള്ള ആൾക്കാരിലോട്ട് ഇത് പകരാൻ സാധ്യതയുള്ളതാണ്. ഇത് നമ്മൾ ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ കഫത്തിൽ നിന്നും വായുവിൽ നിന്നൊക്കെ ഈ വൈറസിൻ്റെ ഇത് മാറും, തൊണ്ടയിൽ നിന്ന് മാറിക്കിട്ടും. അപ്പോൾ ചികിത്സ എടുത്ത ഒരാളാണെങ്കിൽ 5 ദിവസത്തെയാണ് സാധാരണ മരുന്ന് കൊടുക്കാറ്. അപ്പോൾ 5 ദിവസത്തെ മരുന്നിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരിൽ നിന്ന് പകരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. പക്ഷെ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യം, ചികിത്സ നേരത്തെ എടുക്കുന്നതാണ് എപ്പോഴും ഇതിന് ഫലപ്രദമായിട്ട് കാണുന്നത്. ഒരു പരിധിക്കപ്പുറം നമ്മൾ പിന്നെ മരുന്ന് തുടങ്ങിയാലും H1N1 ചികിത്സയ്ക്ക് അതിനുകൊണ്ട് ഒത്തിരി മെച്ചം കിട്ടാറില്ല. ഓക്കെ, ഇപ്പോൾ ഈ H1N1 വാക്സിനേഷൻ എന്താണ്, എപ്പോഴാണ് അത് എടുക്കേണ്ടത്? ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിപ്തീരിയസ് കുറിച്ച് സംസാരിക്കുമ്പോൾ വാക്സിനേഷൻ്റെ സക്സസിനെ കുറിച്ച് നമ്മൾ കണ്ടമാനം പറഞ്ഞു. 95% കൂടുതൽ സക്സസ്ഫുള്ളാണ്, എടുത്താൽ വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നൊക്കെ. പക്ഷേ ഇൻഫ്ലുവൻസയെക്കുറിച്ച് പറയുമ്പോൾ ആ രീതിയിൽ അത്രയ്ക്ക് കണക്കുകൾ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതിൻ്റെ ബെസ്റ്റ് റിസൾട്ട്സ് എന്ന് പറയുന്നത് ഒരു 60% ഉള്ളൂ. വേസ്റ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 20 to 30% ആണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഇപ്പോൾ ഡിപ്തീരിയയുടെ കൂട്ട് സക്സസ് 95% കിട്ടുന്നിടത്ത് ഇൻഫ്ലുവൻസയുടെ H1N1 വാക്സിൻ എടുക്കുമ്പോൾ നമുക്ക് 30% തൊട്ട് 60% ഇടയ്ക്ക് ഒരു സക്സസ് റേറ്റ് കിട്ടുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം ഈ വാക്സിൻ എടുക്കുന്ന എല്ലാവർക്കും വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പകുതിയിൽ കൂടുതൽ ആൾക്കാർക്ക് ഈ രോഗം തടയാൻ പറ്റും. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഇത്രയും കോംപ്ലിക്കേഷൻസ് വരുന്നൊരു അസുഖമാണെങ്കിൽ പകുതി കൂടുതൽ ആൾക്കാരിൽ നമ്മൾ തടയുന്നത് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും വാക്സിനേഷനുകൾ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും എടുക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു നല്ല കാര്യം, അല്ലേ ഡോക്ടർ? നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.